ഇന്ത്യ വീണ്ടും കുതിക്കാൻ ഒരുങ്ങുന്നു. 6 ആണവ നിലയങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാകും. ഒന്നും രണ്ടുമല്ല 6 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ അമേരിക്ക ധാരണയായി കഴിഞ്ഞു. രാജ്യത്ത് 6 ആണവ നിലയങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിന് ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ് ധാരണയായത്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയും US ആയുധ നിയന്ത്രണം രാജ്യാന്തര സുരക്ഷാകാര്യ സെക്രട്ടറി ആൻഡ്രിയ തോംസണും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. സുരക്ഷ, സിവിൽ ആണവ സഹകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാനും സെക്രട്ടറി തല ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. കൂടുതൽ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. 2024ഓടെ ആണവശേഷി 3 ഇരട്ടയാക്കി ഉയർത്താനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്. 2008-ൽ ഇന്ത്യയും അമേരിക്കയും സിവിൽ ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ കരാർ പ്രകാരം ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ 2016-ൽ ധാരണയിലെത്തിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ 6-ലധികം ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയും റഷ്യയും കരാർ ഒപ്പിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്തമായി ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ രംഗത്തിറങ്ങുന്നത്. അതേസമയം രാജ്യത്ത് പുതുതായി 10 ആണവ നിലയങ്ങൾ കൂടി തുടങ്ങാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനമെടുത്തതിനെതിരെ ഗൗരവമുള്ള ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. അതായത് ഇന്ത്യ നീങ്ങുന്നത് അപകടം നിറഞ്ഞ വഴികളിലേക്കാണെന്നുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആണവ നിലയങ്ങൾക്കുള്ള പ്രസക്തിയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ആ ഇടയ്ക്ക് ഉയർന്നു വന്നത്. ലോകരാഷ്ട്രങ്ങൾ ആണവ നിലയങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ സൗരോർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് പുതിയ ആണവ നിലയങ്ങൾ എന്ന സംശയം ഉയർത്തുന്നതാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ നിലപാടുകൾ. ആണവ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിയെന്നും സംശയങ്ങൾ ചിലർ പ്രകടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധങ്ങളും സാഹചര്യവും അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഒന്നും രണ്ടുമല്ല 6 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ അമേരിക്ക ധാരണയായിരിക്കുന്നത്. രാജ്യത്ത് 6 ആണവ നിലയങ്ങൾ സംയുക്തമായി നിർമ്മിക്കുമ്പോൾ അത് ഇന്ത്യക്ക് പുതിയ ചുവടുവയ്പാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ചില പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയും US സുരക്ഷാകാര്യ സെക്രട്ടറി ആൻഡ്രിയ തോംസണും തമ്മിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനം ലോകരാജ്യങ്ങളും വളരെ ആകാംക്ഷയോടാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ 2024ഓടെ ആണവശേഷി 3 ഇരട്ടിയാക്കി ഉയർത്താൻ ഇന്ത്യ ശ്രമിച്ചിരുന്നു. 2008-ൽ ഇന്ത്യയും അമേരിക്കയും സിവിൽ ആണവ കരാർ ഏർപ്പെട്ടതും ഇത് മുൻകൂട്ടി കണ്ടാണ്. ഈ കരാർ പ്രകാരം ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ 2016-ൽ തന്നെ ധാരണയിലെത്തിയിരുന്നു. ഏതായാലും നേരത്തെ ഇന്ത്യയും റഷ്യയും കരാർ ഒപ്പിട്ടതിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും കൂടി പുതിയ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.